ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കോട്ട് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു കേട്ടോ. നേരത്തെ കേട്ടിട്ടുള്ളതാ, പക്ഷെ അത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പം ഒന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മളോടൊരാൾ മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ തിരിച്ച് മിണ്ടാതിരിക്കുക, അതിന് പ്രതികരിക്കാൻ പോവാതിരിക്കുക. കാരണം അവരുടെ രീതി നമുക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടില്ല, അവർ നമ്മളോട് സംസാരിച്ച രീതി നമുക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളും അതേ ലെവലിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മൾ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല അല്ലേ. ഒരാൾ ചിലപ്പോൾ അസഭ്യമായിട്ട് സംസാരിച്ചു വന്നിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചു വന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ നമ്മളോട് സംസാരിച്ചു വന്നിരിക്കാം. നമ്മൾക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പെരുമാറി കഴിയുമ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപക്ഷെ നമ്മളത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് തിരിച്ച് അവർ ഈ പറയുന്നതിനൊക്കെ തിരിച്ച് നമ്മൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ദി എൻറ്റയർ സിറ്റുവേഷൻ ഓൾ ദ മോർ വേഴ്സ്. കുറച്ചും കൂടെ കുളവാക്കാന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ആകെ എന്നല്ല, ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്, അതിനോട് പ്രതികരിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രതികരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളും ഇമോഷണലി പലതും പറഞ്ഞു പോകും, പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു പോയി എന്ന് വരും. അപ്പോൾ ഒന്നും മിണ്ടാതിരുന്നാൽ ശരി, ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളല്ലോ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, നമുക്ക് ചിലപ്പം അബദ്ധത്തിൽ എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അയ്യോ ഞാനത് പറയണ്ടായിരുന്നല്ലോ എന്ന് പിന്നെ തോന്നും. അല്ലെങ്കിൽ ഈ നമ്മളോട് സംസാരിച്ച വ്യക്തിനെ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, തിരിച്ച് അവർ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നൊരിക്കലും പറയാൻ പോകുന്നില്ല. നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതായിരിക്കും പിന്നെ കുറ്റം. എന്താണ് നമ്മളെ ട്രിഗർ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പെരുമാറ്റമാകാം എന്നുള്ള കാര്യം അറിയാമെങ്കിൽ പോലും ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ മിണ്ടാതിരുന്നു എന്നല്ലേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലോ, താൻ എൻ്റെ അടുത്ത് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഐ വാസ് ക്വയറ്റ്. അതെനിക്ക് തിരിച്ച് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടല്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ഉള്ളൊരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പല സിറ്റുവേഷൻസും ഒരുപാട് മോശമല്ലാത്ത രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും കാണിക്കുന്ന അവരവരുടെ സംസ്കാരമാണല്ലേ. ഓരോരുത്തരും സംസാരിക്കുന്നതായാലും ഓരോരുത്തരും പെരുമാറുന്ന രീതിയായാലും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയായാലും എല്ലാം ഈവൻ ഒരു കാര്യത്തിനോടുള്ള റെസ്പോൺസ് പോലും അവരവരുടെ സംസ്കാരമാണ്. അപ്പം നമ്മളുടെ സംസ്കാരം വിട്ടിട്ട് നമ്മൾ എന്തിനാണ് പെരുമാറുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓരോരുത്തരും ഇപ്പം നമുക്ക് വിഷമം തോന്നിയെന്ന് വിചാരിച്ചോ ഒരു കാര്യം കേട്ടിട്ട്, അപ്പം സാരമില്ല, ദാറ്റ്സ് വാട്ട് ദെവ് സീൻ. അവർ വളർന്നത് അങ്ങനെയാണ്, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, അവരാ ചെയ്തതാണ് ശരി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് അപ്പ് ടു ദെം. അത് കംപ്ലീറ്റ്ലി അവരുടെ കാര്യമാണ്. നമ്മളങ്ങനെയല്ല വിശ്വസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളല്ല കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ ഒരു കാരണവശാലും അവരുടെ രീതിയിലോട്ട് താഴേണ്ട ആവശ്യമില്ല. താഴെ മീനിങ് ആ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹാവ് സം സെൽഫ് റെസ്പെക്റ്റ്. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം അതൊരു എന്താ പറയുക സെൽഫിഷ്നെസ് അല്ല കേട്ടോ. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ കുറച്ചൊന്ന് ബഹുമാനിക്കണമല്ലോ. ഒരാളിപ്പം നമ്മളെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും ശരിയല്ല. യു ഷുഡ് നോ യുവർ സെൽഫ്. നമ്മളെക്കാട്ടിലും നന്നായിട്ട് നമ്മളെ ആർക്കറിയാം, വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് മാക്സിമം ഒരു കാര്യത്തിനോടും റിയാക്ട് ചെയ്യരുത്. റിയാക്ട് ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതും വ്യത്യാസമുള്ളതാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ദാറ്റ് ഈസ് ദ റിയാക്ഷൻ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്, അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് അതിനോട് പ്രതികരിക്കുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ദാൻ യു റിയാക്ട് ടു ഇറ്റ്. അത് ഒരുപാട് വഴക്കുകൾ ഒഴിവാക്കാം, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം. മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ അങ്ങനെ അങ്ങ് ജസ്റ്റ് ഷട്ട് ഡൗൺ, അതാണ് നല്ലത്. വെറുതെ എന്തിനാ അല്ലേ. സോ ആ ഒരു കോട്ട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നല്ല ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു എനിക്ക് തന്നെ. അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ നിലവാരത്തിൽ താഴണ്ട, അവർ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അത് അവരുടെ രീതി, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ശരികൾ, അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. നമ്മൾ നമ്മുടെ ശരികളിൽ ഉറച്ചു നിൽക്കുക. ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേവറിങ് ആവരുത് മനസ്സ്. Okay, so let's all respond to situations instead of reacting.